എങ്ങനെ മുരിങ്ങ ഇലയുടെ പൂവ് വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഒരു തോരൻ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിനുവേണ്ടി ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് അല്പം കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് ഒരു വറ്റൽമുളക് ഇട്ട് പൊട്ടിക്കുക. കറിവേപ്പില ഇട്ട് പൊട്ടിക്കുക. പിന്നീട് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അല്പം ഉപ്പും കൂടി ഇടുക. ഉപ്പിടുമ്പോൾ അത് പെട്ടെന്ന് വഴന്ന് വരും. ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മുരിങ്ങയിലയുടെ പൂവുകൾ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ മൂടി വെച്ചൊരല്പം നേരം ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാം. മുരിങ്ങയില വേകുമ്പോഴേക്ക് പൂ വേകുമ്പോഴേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനായി ഞാൻ കുറച്ച് തേങ്ങ തിരകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ജീരകം, 1 ടേബിൾ സ്പൂൺ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് വരാം മിക്സിയിൽ. മുരിങ്ങയില പൂവ് അപ്പോഴത്തേക്കിന് റെഡിയായി കഴിഞ്ഞ് നമുക്കിതിലേക്ക് അരപ്പിടാം. ഇനി ഈ അരപ്പിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പൂവായിട്ട് യോജിപ്പിക്കാം. നന്നായി ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് ആ അരപ്പിൻ്റെ പച്ച മണം മാറുന്നത് വരെ നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം മുരിങ്ങയില പൂവും മിക്സും തമ്മിൽ നന്നായി മിക്സ് ചെയ്ത് 1 മിനിറ്റ് വേവിച്ചെടുത്താണ്. നന്നായിട്ട് മിക്സായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില പൂ തോരൻ റെഡി.